ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിൽ ഫയർഫോഴ്സിന് എതിർവശത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്കിംഗ് ആരംഭിച്ചത് അപകട ഭീഷണി ഉയർത്തുന്നു. അനധികൃതമായുള്ള പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണം. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ, വേലാംപറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ മാട്രിമോണി തട്ടിപ്പിലൂടെ മാള സ്വദേശിക്ക് നഷ്ടപ്പെട്ട 1.7 ലക്ഷം രൂപ തൃശൂർ റൂറൽ പോലീസ് വീണ്ടെടുത്തു നൽകി. തൃശൂർ റൂറൽ സൈബർ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് തുക തിരികെ ലഭിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിൽ ഫയർഫോഴ്സിന് എതിർവശത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്കിംഗ് ആരംഭിച്ചത് അപകട ഭീഷണി ഉയർത്തുന്നു. അനധികൃത പാർക്കിങ്ങിനെ തുടർന്ന് ഇവിടെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അനധികൃതമായുള്ള പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണവും ഉയരുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണത്തിലിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ റോഡിനു ചേർന്നുള്ള ഭാഗത്ത് വൻതോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. നിർമ്മാണ കമ്പനിയുടെ ഓഫീസടക്കം 50 അടിയോളം താഴ്ചയിലേക്ക് പതിച്ചിരുന്നു. മതിയായ സുരക്ഷ ഒരുക്കാതെ 50 അടിയോളം മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമായത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് പോലീസ് റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുകയും പിന്നീട് ഭാഗികമാക്കുകയും ചെയ്തു. മണ്ണിടിഞ്ഞ ഭാഗത്ത് ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡും പോലീസ് സ്ഥാപിച്ചു. മഴ ശക്തമാകുമ്പോഴും മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഭാരവാഹനങ്ങൾ അടക്കം ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്യുകയാണ്. അനധികൃത പാർക്കിങ്ങിനെ തുടർന്ന് ഇവിടെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അനധികൃതമായ പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്ന അനുരാജ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ, വേലാംപറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിനടുത്ത് വെച്ച് ഓഗസ്റ്റ് 11-നായിരുന്നു സംഭവം. കറുകുറ്റി സ്വദേശി ചക്കിയത്ത് വീട്ടിൽ റോബിൻ തന്റെ കാറിൽ സുഹൃത്തായ യുവതിയെ എടയാറ്റുമുറിയിലുള്ള വീട്ടിൽ കൊണ്ട് ആക്കുന്നതിനായി പോകുമ്പോൾ കാർ തടഞ്ഞു നിർത്തി റോബിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പുതുക്കാട്, ആളൂർ, കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, മയക്കുമരുന്ന് കച്ചവടം, അടിപിടി എന്നിങ്ങനെയുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അനുരാജ്. പുതുക്കാട് ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ്, വൈഷ്ണവ്, GISI PM ജിജോ, CPOമാരായ ഫൈസൽ, നവീൻ കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, പുതുക്കാട്. ഓൺലൈൻ മാട്രിമോണി തട്ടിപ്പിലൂടെ മാള സ്വദേശിക്ക് നഷ്ടപ്പെട്ട 1.7 ലക്ഷം രൂപ തൃശൂർ റൂറൽ പോലീസ് വീണ്ടെടുത്തു നൽകി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് തുക തിരികെ ലഭിച്ചത്. പരാതിക്കാരൻ പുനർവിവാഹത്തിന് ഓൺലൈൻ ക്രിസ്ത്യൻ മാട്രിമോണി പ്ലാറ്റ്ഫോമിലൂടെ ഒരു യുവതിയുമായി പരിചയപ്പെടുകയായിരുന്നു. പിന്നീട് യുവതി തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെന്നും കടങ്ങൾ തീരുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകിയാൽ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും വാഗ്ദാനം ചെയ്തു. വിശ്വാസത്തോടെ UAEയിൽ ജോലി ചെയ്യുകയായിരുന്നു പരാതിക്കാരൻ. UAE ഫെഡറൽ എക്സ്ചേഞ്ച് വഴി പല ഘട്ടങ്ങളിലായി ആകെ 1,70,000 യുവതിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. എന്നാൽ പണം അയച്ചതിനു ശേഷം യുവതി ഫോൺ വിളികൾക്കോ സന്ദേശങ്ങൾക്കോ മറുപടി നൽകാതിരിക്കുകയും സംശയം തോന്നിയ പരാതിക്കാരൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയുമായിരുന്നു. തുടർന്ന് സൈബർ പോലീസ് സ്വീകരിച്ച സമയബന്ധിതമായ നടപടികളിലൂടെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പരാതിക്കാരന് നഷ്ടപ്പെട്ട മുഴുവൻ പണവും തിരികെ ലഭിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുജിത് PS, GISI അനൂപ് കുമാർ, ടെലികമ്മ്യൂണിക്കേഷൻ SCPO രമേശ് ചന്ദ്രൻ, CPO സച്ചിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ചാലക്കുടി ദേശീയപാത മുരിങ്ങൂരിൽ വൻ ഗതാഗത കുരുക്ക്. അടിപ്പാറ നിർമ്മാണത്തിന്റെ ഗതാഗതം നിയന്ത്രിച്ചതാണ് കുരുക്കിന് കാരണമാകുന്നത്.
അടിപ്പാറ നിർമ്മാണ മേഖല മറികടക്കാൻ മണിക്കൂറുകളോളം റോഡിൽ കിടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. സർവീസ് റോഡുകളുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതും ഗതാഗത തടസ്സത്തിന് കാരണമാവുന്നുണ്ട്. വഴിതെറ്റി കയറുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസോ ദേശീയപാത ജീവനക്കാരോ ഇല്ല. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുരുക്കിൽ കുടുങ്ങുന്നത് പതിവാവുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. BJP പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് പോലീസ് 2 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ MP ക്യാമ്പ് ഓഫീസിലേക്ക് CPM ഇന്നലെ മാർച്ച് നടത്തിയത്. CPM പ്രവർത്തകരിൽ ഒരാൾ MPയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരി ഓയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനു മറുപടിയായി ഇന്നലെ വൈകിട്ട് തന്നെ BJP പ്രവർത്തകർ CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. BJP CPM പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. പോലീസ് ലാത്തി വീശുകയും ജില്ലാധ്യക്ഷൻ ജസ്റ്റിൻ അടക്കം നിരവധി പ്രവർത്തകർക്ക് അടിയേൽക്കുകയും ചെയ്തിരുന്നു. മാളവള്ളിപ്പുറം സെന്റ് ആന്റണീസ് ദേവാലയം ശതാബ്ദിയുടെ നിറവിലേക്ക്. ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി പ്രസിഡന്റുമാർ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ശില കൈമാറ്റം ഊട്ടുതിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15-ന് രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിർവഹിക്കും. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഇടവക രൂപം കൊണ്ടതിൻ്റെ 100 വർഷങ്ങൾ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ച അന്നേ ദിവസം രാവിലെ 6:30 മണിക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ സാഘോഷമായി കൊണ്ടാടുന്നു. വൈകിട്ട് 6 മണിയാകുമ്പോഴേക്ക് മാളവള്ളിപ്പുറം ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ നമ്മുടെ കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് ഈ വാഹന പ്രയാണം സ്വീകരിക്കുന്നു. ഇടവകയുടെ വിപുലമായ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾക്കും അന്ന് തുടക്കമാകും. വൈകിട്ട് 3:30-ന് തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ശതാബ്ദി വിളംബര ദീപശിഖ പ്രയാണം, ബൈബിൾ പ്രയാണം എന്നിവ മാളവള്ളിപ്പുറം ദേവാലയത്തിൽ സമാപിക്കും. കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പ്രയാണം സ്വീകരിച്ച് സന്ദേശം നൽകും. തുടർന്ന് ആഘോഷമായ ദിവ്യബലി, നൊവേന, ആരാധന, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് ഫാദർ തോമസ് കളത്തിൽ, വിൽഫ്രഡ് പുതുവന, CJ ഡെന്നി, CO ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കുഴൂർ തുമ്പരശ്ശേരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. അമ്പലക്കാട് ഫൊറോന വികാരി ഫാദർ ജോസ് അരിക്കാട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പ്രസിഡന്റ് വാഴ്ച, വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവ നടന്നു. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണ് തിരുനാൾ. തിരുനാൾ കർമ്മങ്ങൾക്ക് മേലടൂർ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ മെജിൻ കല്ലേലി കാർമ്മികത്വം വഹിക്കും. ഫാദർ ചാൾസ് ചിറ്റാട്ടുകരക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. ചാലക്കുടി ആറ്റപ്പാടം റോഡ് തകർന്നു. ഇതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര ദുഷ്കരമായി. റോഡ് മുഴുവൻ കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയാണ്. കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ അടക്കമുള്ളവ ഈ റോഡിലൂടെ കടത്തിവിട്ടതോടെയാണ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് എന്നാണ് ആക്ഷേപം. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ ജസ്നയാണ് മരിച്ചത്. 2 ദിവസം മുൻപ് വീട്ടുമുറ്റത്ത് നിന്നും പാമ്പ് കടിയേറ്റ ജസ്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ KK രവി നമ്പൂതിരി, ഹക്കീം ഇക്ബാൽ, സജീവൻ പുത്തഞ്ചിറ, AC ജോയ്, സന്തോഷ് ആത്തപ്പള്ളി, സാജു മണവാളൻ, തിലകൻ, ബൈജു കണ്ടപ്പശ്ശേരി, ജോഷി കാഞ്ഞൂത്തറ, നിർമ്മൽ C പാത്താടൻ, ഔസേപ്പച്ചൻ ജോസ്, വത്സൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സ്കൂളിൽ നിന്നും സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. മേത്തല, കോട്ടപ്പുറം സ്വദേശികളായ നടുമുറി വീട്ടിൽ രമേശ്, അറക്കപ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തയ്ക്ക് സമീപം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ സ്കൂളിൽ നിന്നും
വീട്ടിലേക്ക് പോവുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ 15 വയസ്സുള്ള കുട്ടിയെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ പരാതിയിലാണ് കൊടുങ്ങല്ലൂർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. രമേശ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഹരി ഉപയോഗിച്ച് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, SIമാരായ സാലിം K, ഷാബു, ജൂനിയർ SI ജിജേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മതിലകത്ത് നിന്ന് മുള്ളൻ പന്നിയെ പിടികൂടി. ഇന്ന് രാവിലെയാണ് മതിലകം പള്ളിക്ക് സമീപത്തെ കടകൾക്ക് മുന്നിൽ പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ എത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. ബഹുരാഷ്ട്ര കുത്തകകൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ കർഷകരും കർഷക തൊഴിലാളികളും പറവൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR ബോസ് ഉദ്ഘാടനം ചെയ്തു. CPI താലൂക്ക് സെക്രട്ടറി AM ഇസ്മായിൽ, PP അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധാത്മകമായി പ്രവർത്തകർ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. ആനാപ്പുഴ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള അധികൃതരുടെ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമര പ്രഖ്യാപന ധർണ നടത്തി. പ്രദേശത്തെ വിവിധ സാമൂഹ്യ സംഘടനകളെ ബഹുജനങ്ങളെയും ഉൾപ്പെടുത്തി ജനകീയ സമരസമിതി നടത്തിയ സമരപ്രഖ്യാപന ധർണ നഗരസഭാ കൗൺസിലർ KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം സെക്രട്ടറി NN ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി ധായിനി സഭാ സെക്രട്ടറി EN രാധാകൃഷ്ണൻ, കല്യാണനീധായിനി സഭാ പ്രസിഡന്റ് തങ്കരാജ് ആനപ്പുഴ, പണ്ഡിറ്റ് കുറുപ്പൻ വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, PA ജോൺസൺ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി CS ശ്രീകുമാർ, TK ശക്തിധരൻ, മുരളീധരൻ ആനപ്പുഴ, ശ്രീ കുരുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് PB മുരളി മോഹൻ, PP അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ശ്രീനാരായണപുരം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സംയോജിത പച്ചക്കറി കൃഷിക്ക് SN-പുരത്ത് തുടക്കമായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TP രഘുനാഥ്, CPIM ഏരിയ കമ്മിറ്റി മെമ്പർമാരായ AP ജയൻ, സിദ്ധാർത്ഥൻ, TK രമേഷ് ബാബു, വെമ്പല്ലൂർ ബാങ്ക് പ്രസിഡന്റും കർഷക സംഘം വില്ലേജ് പ്രസിഡന്റുമായ അജിതൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിൽ ഫയർഫോഴ്സിന് എതിർവശത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്കിംഗ് ആരംഭിച്ചത് അപകട ഭീഷണി ഉയർത്തുന്നു. അനധികൃതമായുള്ള പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണം. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ, വേലാമ്പറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ മാട്രിമോണി തട്ടിപ്പിലൂടെ മാള സ്വദേശിക്ക് നഷ്ടപ്പെട്ട 1.7 ലക്ഷം രൂപ തൃശൂർ റൂറൽ പോലീസ് വീണ്ടെടുത്തു നൽകി. തൃശൂർ റൂറൽ സൈബർ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് തുക തിരികെ ലഭിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.